ഹായ് ഗൈസ്, ഇതൊരു ഇൻ്റർവ്യൂ വീഡിയോ ആണ്. ബാക്കിലിരിക്കുന്ന രണ്ടുപേർ അന്തന്മാരല്ല, അതാണ് സന്തുവും റോഫിനും. പിന്നെ ഞങ്ങൾ ടിം ഹോട്ടോസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അങ്ങ് യാത്ര തുടങ്ങി. പോണ വഴിയിൽ ഞങ്ങളൊരു സ്പോട്ടിലിറങ്ങി. അതെന്ന് പറയുന്നത് ഒരു ബീച്ചാണ്. അവിടെ ബീച്ചിൽ കല്ലുകളാണ്, മണലല്ല. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ പറ്റിച്ചു കണ്ടില്ലേ, കൊള്ളാലേ. പിന്നെ ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം ഇവിടെ നല്ല വെയിലായിരുന്നു. അവിടുത്തെ കോട, അയ്യോ, വെള്ളത്തിലൊക്കെ ഇറങ്ങാം ചാടാം എന്നുള്ള മൈൻഡിലായിരുന്നു. കാണാൻ പറ്റാണ്ട് പുള്ളിക്കാരൻ ഫോൺ ക്യാമറയിൽ വണ്ടി ഓടിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ക്രിസ്റ്റോ ചേട്ടൻ. ക്രിസ്റ്റോ ചേട്ടൻ വേണ്ട. പിന്നെ ഞങ്ങൾ സ്ഥലത്തെത്തി. അങ്ങേര് പറഞ്ഞതാണ് കരടി വരുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാ എന്തൊക്കെയാ നാട്ടിലെ പോലെ തന്നെ. കരടി വരുമ്പോൾ ചത്ത പോലെ കിടന്നാൽ കരടൊന്നും ചെയ്യില്ല എന്ന് പറയുന്നത് ആർക്കറിയാം. പിന്നെ ഞങ്ങൾ അങ്ങ് പോയി. പോണ വഴിയിൽ സന്ത ധൈര്യം നിന്ന് കൊല്ലാൻ നോക്കാണ്. എന്ത് ചെയ്യാനാ, ഞാനിവിടെ നടുക്ക്, എനിക്കാണെങ്കിൽ പേടിയൊക്കെയുണ്ട്. പിന്നെ ബാക്കിയുള്ള രണ്ട് കുരങ്ങന്മാരിങ്ങനെ നടന്നു വരുന്നു. സന്തോഷം എന്തോ പേടിയൊന്നുമില്ല, അങ്ങ് പോവാൻ. അതന്നെയാണ് അവൻ്റെ പെണ്ണിൻ്റെ പേടി. ഞങ്ങളൊരു സ്ഥലത്തെത്തി. ആ കാണിക്കുന്നതാണ് അനിമോൻ. എൻ്റെ പേര് അനിമോൻ. ഒരു പായലാണ്, പായ പോലത്തെ ഒരു സാധനമാണ്. പിന്നെ അങ്ങ് ഇറങ്ങാൻ നോക്കാം. എനിക്ക് ചെറിയ പേടികളുണ്ട്. ഞാൻ വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ് കാണുന്നത്. കാണുന്നവർക്ക് റൊമാൻസാണെന്നൊന്നും അല്ല. ഞാൻ ഫോൺ തൂക്കി പിടിച്ച് നടന്നാൽ എന്തായാലും വീഴുക തന്നെ ചെയ്യും. പിന്നെ പുള്ളിക്കാരനോട് ഇരിപ്പായി. ബാക്കിയുള്ളവർ അനിമോനെ തപ്പി അങ്ങ് നടന്നു. ഞാൻ കുറച്ച് പറ്റിച്ചോ വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളതായിരുന്നു പോയത്. പക്ഷേ രണ്ടുപേരും തിരക്കിലായി. സ്വന്തം എന്തോ തപ്പുന്നുണ്ട് കാര്യമായിട്ട്. എന്തോ അനിമോനെയായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അവിടെയൊക്കെ നടന്നു. നിഷ്കളങ്കമായ രീതിയല്ലേ. പിന്നെ നമ്മൾ റീൽസിൽ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. അങ്ങ് സെറ്റായില്ല. എന്ത് ചെയ്യാം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ബീച്ച്. ഫോട്ടോ ആണെന്ന് നമ്മുടെ പുള്ളിക്കാരനെ പറ്റിച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. തീരെ കൂടി വരുന്നു. അപ്പോൾ അത് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നല്ല ഭംഗിയില്ല ഒരു ഷെയ്ഡ്. അത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തുന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ റോഫിൻ്റെ കലാവിരുതാണ് ഈ കാണുന്നത്, വീഡിയോഗ്രാഫി. കൊള്ളാം, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോ ഉദ്ദേശിച്ചു, എന്തോ വന്നു. മാസമായിട്ട് വരുന്നുണ്ടോ നമ്മുടെ സന്തു. അവൻ ഉദ്ദേശിച്ച മാസമല്ല, പക്ഷെ മാസമല്ല ഗൈസ്. ബാക്കി ഞങ്ങളും വരുന്നുണ്ട് കേട്ടോ. വളരെ മാസം കാണിച്ചാൽ വന്നു, പക്ഷെ മാസമായിപ്പോയില്ല. അറിയാൻ പാടില്ല. എൻ്റെ ജാക്കറ്റാണ് ഇട്ടേക്കണ പുള്ളിക്കാരൻ. തണുക്കിടുന്നും പറഞ്ഞ ജാക്കറ്റ് ഇട്ടു. കിടക്കട്ടെ അല്ലേ, ആര് കാണാനോ. ഇപ്പം എല്ലാവരും കാണുന്നുണ്ട്. സോറി നമ്മുടെ ക്രിസ്റ്റോ. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു വഴികളൊക്കെ. പിന്നെ ഞങ്ങളങ്ങനെ എത്തി. കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. നല്ല ക്യൂട്ടായിട്ടില്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാറായി. തിരിച്ചു പോണ വഴി ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷേ ഞങ്ങൾ ഫോട്ടോ എൻ്റെ മിസ്സായില്ല, വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് ഇറങ്ങി. എല്ലാവരും വെള്ളത്തിൽ ചാടാം, കാരണം നല്ല ഭംഗി. ഉരുളങ്കല്ലുകളുടെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴുകണം, ആ ഒരു നല്ല ഭംഗി. അതിനിടയിൽ ക്രിസ്ത്യനെ വിളിച്ചിട്ട്, കാരണം നല്ല തണുപ്പാണ്. അവർ പറഞ്ഞ നല്ല തണുപ്പാണ്. ഞാൻ ഇറങ്ങിയായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. സന്തു വരച്ചിട്ട് വരുന്നുണ്ടില്ലേ, അയ്യോ എന്നും പറഞ്ഞു. അത്ര തണുപ്പാണ് അവർ പറയുന്നത്. കാരണം അല്ലെങ്കിൽ റോഫിന് എന്തായാലും ഇറങ്ങിയാണ്. അവർ പറ്റിയില്ല, സന്തു റോഫിന് ആരും ഇറങ്ങി. ഞാൻ പോയി വെള്ളത്തിൽ അങ്ങിരുന്നു. സെറ്റ്.